നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ മാത്തമാറ്റിക്കലി പെർഫോമൻസ് ബൈ ലൈഫ് സൈക്കിൾ കോസ്റ്റ് ആണ് പറയുന്നത്. പെർഫോമൻസ് എന്താണെന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി തന്നെയാണ്. അവൈലബിലിറ്റി എന്താണെന്ന് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു ഗ്രാഫാണ്, റിലയബിലിറ്റി അച്ചീവ്മെൻറ്റ് കോസ്റ്റ് എന്നാണ്. നമുക്കറിയാം ഒരു പ്രോഡക്റ്റിൻ്റെ റിലയബിലിറ്റി കൂടുമ്പോൾ, അതായത് കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് നമുക്ക് കോസ്റ്റ് കൂടുതലാണ്, കൂടുതൽ പൈസ ചിലവാക്കേണ്ടി വരും. അതേസമയം കോസ്റ്റ് കുറച്ചുണ്ടാക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിന് റിലയബിലിറ്റി കാണുകയുമില്ല. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നു, നമ്മളെങ്ങനെ ഒപ്റ്റിമമായിട്ട് കണ്ടുപിടിക്കും എന്നുള്ള രീതിയിലാണ് ഈ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് നോക്കുമ്പോൾ അറിയാം, നമുക്ക് ഇനിഷ്യലി എന്താണ് ഇത് മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ കർവാണ്. വൈ ആക്സിൽ കോസ്റ്റ് ഉണ്ട്, എക്സ് ആക്സിൽ റിലയബിലിറ്റി ഉണ്ട്. നമുക്കറിയാം റിലയബിലിറ്റി കുറവാകുമ്പോൾ കോസ്റ്റ് കുറവായിരിക്കും, റിലയബിലിറ്റി കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് കൂടി വരുന്നു. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത് മെയിൻ്റനൻസ് കോസ്റ്റാണ്. നമുക്കറിയാം ഒരു ലെസ് റിലയബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്, റിലയബിലിറ്റി കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, എപ്പോഴും റിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ റിലയബിലിറ്റി കുറവാണെങ്കിൽ കോസ്റ്റ് കൂടുതലായിരിക്കും, കൂടുതൽ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് വരും. റിലയബിലിറ്റി കുറവാണെങ്കിൽ കോസ്റ്റ് കൂടുതലായിരിക്കും. റിലയബിലിറ്റി കൂടുന്തോറും കോസ്റ്റ് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം. അതേപോലെ തന്നെയാണ് ഫെയിലിയർ കോസ്റ്റ്. റിലയബിലിറ്റി കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് എപ്പോഴും ഫെയിലാവും, പിന്നെ നമുക്ക് ആ പൈസ നഷ്ടമാണ്. അപ്പോൾ ആ റിലയബിലിറ്റി കുറയുന്നതിനനുസരിച്ച് ഫെയിലിയർ കോസ്റ്റ് കൂടുതലായിരിക്കും, അതും ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കാണാം. ഒന്നുകൂടെ നമുക്ക് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർസെക്ഷൻ വരുന്നതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവും. റിലയബിലിറ്റി തീരെ കുറഞ്ഞു വരുമ്പോൾ, അതായത് ഏതാണ്ട് ഈ ഒരു റീജിയൻ ആലോചിച്ച് നോക്കുമ്പോൾ ഫെയിലിയർ കോസ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റിനേക്കാളും കൂടുതലാണ് തീരെ കുറഞ്ഞ റിലയബിലിറ്റിയിൽ. കാരണം എന്താ, അത്രയും കുറഞ്ഞ റിലയബിലിറ്റി ആണ് നമുക്ക് മെയിൻ്റനൻസിനേക്കാളും യൂഷ്വലായിട്ട് ഫെയിലിയർ തന്നെ സംഭവിക്കും. അതുകൊണ്ടാണ് ഫെയിലിയർ കോസ്റ്റ് അത്രയും കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ കുറച്ചൊന്ന് റിലയബിലിറ്റി കൂടി നമ്മൾ ഇങ്ങോട്ടൊരു ഈ ഏരിയയിലോട്ട് വന്നാൽ ഈ ഒരു റിലയബിലിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഫെയിലിയർ കോസ്റ്റിനേക്കാളും കൂടുതൽ മെയിൻ്റനൻസ് കോസ്റ്റ് തന്നെയാണ്. കാരണം അത്ര ഓഫൺ ഫെയിൽ ആവില്ല, പക്ഷേ എന്നാലും മെയിൻ്റനൻസിന് നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പക്ഷേ ഈ റിലയബിലിറ്റിക്ക് പോലും ഫെയിലിയർ കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും മാനുഫാക്ചറിങ് കോസ്റ്റിനേക്കാളും കൂടുതലാണ്. കാരണം അത്ര റിലയബിലിറ്റി കുറവാണ്. കുറച്ചും കൂടെ നമ്മൾ റിലയബിലിറ്റി കൂട്ടി വരുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ കാണാൻ പറ്റും മാനുഫാക്ചറിങ് കോസ്റ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. കാരണം ഇപ്പോൾ ആവശ്യത്തിന് റിലയബിലിറ്റി ആ പ്രോഡക്റ്റിനായി കഴിഞ്ഞു, അതുകൊണ്ട് ആവശ്യത്തിന് അധികം ഫെയിലാവുന്നില്ല, അധികം മെയിൻ്റനൻസും ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് ഇങ്ങനെ ഇവിടെ മെയിൻ മാനുഫാക്ചറിങ് കോസ്റ്റ് ഫെയിലിയർ കോസ്റ്റിനേക്കാളും മെയിൻ്റനൻസ് കോസ്റ്റിനേക്കാളും കൂടി വരുന്ന രീതിയിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കർവിൻ്റെയൊക്കെ സ്ലോപ്പും കൂടെ ഒന്ന് നോക്കിക്കൊള്ളാം. അതിൻ്റെ റീസൺസ് ഞാനിപ്പോൾ പറഞ്ഞു തന്നെയാണ്, ഇങ്ങനെ സ്ലോപ്പ് വരുന്ന ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മാണ് ഇവിടെ ഈ നെറ്റ് കോസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടിയത് കാരണം ഇവിടെ സ്ലോപ്പ് മുകളിലോട്ടാണ്. ഇവിടെ ഇത് രണ്ടും കുറഞ്ഞു വരുന്നു, മെയിൻ്റനൻസ് കോസ്റ്റ് ഫെയിലിയർ കോസ്റ്റും കുറഞ്ഞു വരുന്ന കാരണം ഇവിടെ സ്ലോപ്പ് താഴോട്ടാണ്. അതായത് നമുക്ക് ഏതാണ്ട് ഒരു യു ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഗ്രാഫ് നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യാൻ പറ്റും നെറ്റ് കോസ്റ്റിന്. അപ്പോൾ നമുക്കിവിടെ ഒരു ഒപ്റ്റിമം കിട്ടും. ഈ ഒപ്റ്റിമം ഏതാണ്ട് ഇതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. എക്സാക്ട്ലി ഇതിൻ്റെ നേരെ വരണമെന്നില്ല, എന്നാൽ ഏതാണ്ട് ഇതിൻ്റെ അടുത്തായിട്ടൊക്കെ വരും. അവിടെയാണ് നമുക്ക് എന്താണ് ഒപ്റ്റിമം റിലയബിലിറ്റി നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു കോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കോസ്റ്റ് കുറച്ച് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് റിലയബിലിറ്റി ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. നമുക്ക് എപ്പോഴും, അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, C=AE⁻B/1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് കോസ്റ്റും റിലയബിലിറ്റിയും തമ്മിലുള്ള ഒരു മാത്തമെറ്റിക്കൽ റിലേഷൻ വരുന്നത്. C ഫോർ കോസ്റ്റ് ആണ്, R ഫോർ റിലയബിലിറ്റി ആണ്, E നമുക്കറിയാം എക്സ്പൊണൻഷ്യലിൻ്റെ E ആണ്. എയും ബിയും രണ്ട് കോൺസ്റ്റൻസ് ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സപ്പോസ് എന്താണ് ഇവിടെ R → 1, അതായത് പ്രോഡക്റ്റ് ചീത്തയാവേ ഇല്ല, റിലയബിലിറ്റി 1 ആണ്. നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ 0 ആണ്, അങ്ങനെ റിലയബിലിറ്റി 1 ആവും. അപ്പോൾ പ്രോഡക്റ്റ് ചീത്തയാവില്ലെങ്കിൽ R → 1 ആണെങ്കിൽ ഇവിടെ എന്ത് പറ്റും, 1 - 1 ആവും. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവും. അതായത് ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ E⁻∞ ആവും. E⁻∞ എന്താ, ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പോൾ ഇവിടെ സിയും ഇൻഫിനിറ്റി ആവും. അതായത് R → 1 C →∞ ആണ്. അതായത് ഒരു ഇൻഫിനിറ്റ്ലി അല്ലെങ്കിൽ ഒരു റിലയബിലിറ്റി 1 ആവണം, ഒരിക്കലും ഫെയിൽ ആവില്ല എന്ന് ഉറപ്പുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റ് കോസ്റ്റ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ ആദ്യം നടത്തേണ്ട ഒബ്സർവേഷൻ. രണ്ടാമത്തെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു, എന്താണ് നമുക്കിങ്ങനെ
ഇപ്പം നമുക്കറിയാം എന്താണ് റിലയബിലിറ്റി കൂടുന്നതിനനുസരിച്ച് ഇവിടെ കോസ്റ്റ് വളരെ വലിയൊരു സ്ലോപ്പാണ് ഇങ്ങനെ പോകുന്നത്. ഇവിടെ സ്ലോപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്, എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യണമെന്ന്, ലീനിയറിൽ എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്കറിയാം റിലയബിലിറ്റി കൂടുന്നതനുസരിച്ച് ഇത്രയും ഒരുപാട് കോസ്റ്റ് കൂടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും റിലയബിളായിട്ടുള്ള കോമ്പണൻസ് ഉണ്ടാക്കുന്നതിന് വരെ കുറച്ച് റിലയബിളായിട്ടുള്ള കോമ്പണൻസ് ഉണ്ടാക്കിയിട്ട് ഇത് പാരലിൽ റിഡൻഡൻസി കൊടുത്ത് കണക്ട് ചെയ്തിട്ട് സിസ്റ്റത്തിൻ്റെ ഓവറോൾ റിലയബിലിറ്റി നമ്മൾ കൂട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് എത്രയാണ് ഒപ്റ്റിമം എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിനുള്ള പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. പാരലിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി എത്ര വരും എന്നുള്ള രീതി നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പെട്ടെന്നൊന്ന് പറയാം, ഓർമ്മ വരുന്നില്ലെങ്കിൽ നേരത്തെ തന്നെ നോക്കുക. അതായത് ഇതിൻ്റെ റിലയബിലിറ്റി R1 ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി 6 തന്നെ എടുക്കാം. ഈക്വൽ റിലയബിലിറ്റി എടുക്കാം. ഒരേ സാധനമല്ലേ നമ്മളിവിടെ റിഡൻഡൻസി കൊടുക്കുന്നത്, അപ്പോൾ 6 തന്നെ എടുക്കാം. ഇവിടെ 6 അകത്തായി കുഴപ്പമില്ല. എന്തായാലും 6 എടുക്കാം. ഇങ്ങനെ ഒരുപാട് സാധനം 6 ഉണ്ടെന്ന് വെച്ചോ, ഇങ്ങനെ ഒരുപാട് 6 ഉണ്ട്. n ടൈംസ് 6 ഉണ്ടെന്ന് വെച്ചോ, n ടൈംസ് 6 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇതിൻ്റെ റിലയബിലിറ്റി 6 എന്ന് പറഞ്ഞാൽ ഇത് ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി 1 - R ആണ്. ഇത് ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി 1 - R ആണ്. അതുപോലെ ഇത് ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി 1 - R ആണ്. ഇത് ഫെയിൽ ആവാനുള്ള 1 - R ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി 1 - R × 1 - R അങ്ങനെയാവും. എത്ര എണ്ണം ഉണ്ടോ അത്രയും സമയം 1 - R വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ആണ്, എല്ലാം കൂടെ ഒരുമിച്ച് ഫെയിൽ ആവാൻ. അപ്പോൾ എന്ത് വരും? 1 - R⁻n ആണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 - R⁻n എന്നാണ്. കാരണം എന്താ, ഏതെങ്കിലും ഒരെണ്ണം വർക്ക് ചെയ്താൽ തന്നെ സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അടിച്ചു പോകുന്ന കേസിനെ മാത്രം നമ്മൾ ഒഴിവാക്കുന്നു. അത് ആ കേസാണ് ഈ 1 - R⁻n, എല്ലാം കൂടെ ഒരുമിച്ച് അടിച്ചു പോകുന്ന കേസ്. അത് മാത്രം ഒഴിവാക്കുമ്പോൾ നമുക്ക് ഇതിങ്ങനെ കിട്ടും. അതായത് സിസ്റ്റം വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അതായത് സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഒരെണ്ണമെങ്കിലും വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എന്താ ഇങ്ങനെ കിട്ടി, RS = 1 - R⁻n എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഇത് ഇപ്പുറത്തെ സൈഡ് കൊണ്ടുവരാം. അപ്പോൾ 1 - R⁻n = RS - 1 എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ട് സൈഡിലും ലോഗ് എടുത്തിട്ട് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ബൈ log of 1 - R എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കോമ്പണൻസ് നമ്മൾ പാരലിൽ കണക്ട് ചെയ്യുന്നു, ഇത് നമ്മുടെ സിസ്റ്റം റിലയബിലിറ്റി. അതായത് നമുക്ക് എത്ര സാധനങ്ങൾ സിസ്റ്റത്തിൽ എത്ര റിലയബിലിറ്റി നമുക്ക് സിസ്റ്റത്തിന് ആവശ്യമുണ്ടെന്നുള്ളതാണ് RS. ഇത് ഓരോ കോമ്പണൻ്റ് റിലയബിലിറ്റി, ഇത് എത്രയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എഴുതാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഒരു ടാർഗറ്റ് റിലയബിലിറ്റി ഉണ്ട്, സിസ്റ്റത്തിനൊരു 0.99 റിലയബിലിറ്റി ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് 0.99 റിലയബിലിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതിനേക്കാളും ഒരു 0.9 ഉള്ള റിലയബിലിറ്റി ഉള്ള ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറേ എണ്ണം പാരലിൽ കണക്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും 0.9 ഉള്ളത് ഉണ്ടാക്കിയിട്ട് കുറേ എണ്ണം പാരലിൽ കണക്ട് ചെയ്യുന്നതാണോ നല്ലത്, അതേ 0.8 ഉള്ളത് ഉണ്ടാക്കിയിട്ട് കുറേ പാരലിൽ കണക്ട് ചെയ്യണോ എന്ന് നമ്മളെങ്ങനെ അറിയാൻ പറ്റും? അറിയാൻ പറ്റുന്നതിൻ്റെ ആപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. അതായത് നമുക്കിപ്പോൾ n കോമ്പണൻസ് ഉണ്ട്, ശ്രദ്ധിച്ചോണം, n കോമ്പണൻസ് ഉണ്ട്. നമുക്ക് ടാർഗറ്റ് റിലയബിലിറ്റി എത്രയെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ n കോമ്പണൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും കോസ്റ്റ് C ആണെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് മൊത്തം കോസ്റ്റ് എത്ര വരും? NC വരും. അപ്പോൾ ഈ NCക്ക് ഒരു കോസ്റ്റ് ഉണ്ട്. അങ്ങനെ പല കേസസ് വരും. ഓരോ റിലയബിലിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സിയും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ N. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് ഓരോ NC വരും. ഈ NC വരുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഏറ്റവും കുറവ് വരുന്ന ഏതിനാണോ അതായിരിക്കും നമുക്കുള്ള ഏറ്റവും ഒപ്റ്റിമം ഡിസൈൻ. ഈ ഒപ്റ്റിമം ഡിസൈൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ മാത്തമെറ്റിക്സിൽ മറ്റേ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഒക്കെ ഇല്ല, നമ്മൾ ഈ dy/dx = 0 എന്നൊക്കെ വെച്ച് ചെയ്യൂലേ, അത് വെച്ചൊക്കെ ചെയ്യുന്നതാണ്. ശരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങൾ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്നും ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നും അറിഞ്ഞിരിക്കുക.